ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സഭ കഴിഞ്ഞ 10, 15, 20 വർഷങ്ങളായി അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ ഡിനോമിനേഷനും ചേർത്ത് ആണ് ഞാൻ ഈ വിഷയം പറയുന്നത്. 15-20 വർഷങ്ങളായി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ദർശനം തെറ്റി സ്വയം പേർ വലുതാക്കുവാൻ, പണ്ട് നിമ്രോദ് പറഞ്ഞതുപോലെ വരുവിൻ നമുക്ക് നമ്മുടെ പേർ വലുതാക്കാമെന്ന് പറഞ്ഞതുപോലെ സ്വയം പേർ വലുതാക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം നേതൃനിരകളാണ് ഇന്ന് ദൈവസഭകളുടെ ശാപമായി തീർന്നിരിക്കുന്നത്. ദൈവം തൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നാൽ ദൈവസഭയെ സ്വയം പണിയുവാനായി തീരുമാനിച്ചിറങ്ങിയ ഒരു വലിയ സമൂഹമാണ് ഇന്ന് ദൈവസഭയുടെ ഏറ്റവും പ്രശ്നമായി തീർന്നിരിക്കുന്നത്. കാരണം അവർക്ക് ദൈവജനം രക്ഷിക്കപ്പെടണമെന്നോ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് സഭകളെ കൊണ്ടുവരണമെന്നോ താല്പര്യമില്ലാതെ, ആത്മഭാരമില്ലാതെ, യഥാർത്ഥമായി ദൈവം എന്തിനാണോ ജനത്തെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ആ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളനുസരിച്ച് നടക്കുകയും നടത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സമൂഹമാണ് ഇന്ന് നാം കാണുന്ന പെന്തക്കോസ്ത് ലീഡേഴ്സിൻ്റെ അധപ്പതനത്തിലേക്ക്. ഈ പെന്തക്കോസ്ത് ലീഡേഴ്സിൻ്റെ അധപ്പതനമാണ്. കർത്താവാണ് ലീഡർ. എന്നാൽ കർത്താവ് കാണിച്ചിരിക്കുന്ന മാതൃക താൻ ദൈവമെങ്കിലും ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശല മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമം ധരിപ്പിച്ച് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാല് തൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഏത് നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി ചെയ്യേണ്ടി വരുമെന്ന് ദൈവവചനം മറന്നു കളയുകയും ആ ദർശനം വിട്ട്, ക്രിസ്തുവേശുവിൻ്റെ മനോഭാവം വിട്ട്, ക്രിസ്തുവേശുവിൻ്റെ ദർശനം വിട്ട് കളഞ്ഞുകൊണ്ട് തന്നിഷ്ടപ്രകാരം തങ്ങൾ പറയുന്നതും തങ്ങൾ ചിന്തിക്കുകയും തങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സത്യമെന്നും അതാണ് യാഥാർത്ഥ്യമെന്നും പൊതുജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ നിന്ന് പിന്മാറി, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ദർശനത്തിൽ നിന്ന് പിന്മാറി സ്വയം ഉയരുവാനായിട്ട് തീരുമാനമെടുത്തിറങ്ങി ഒരു വലിയ കൂട്ടം സമൂഹത്തിൻ്റെ തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ക്രിസ്തു വിരോധികൾ എല്ലാ കാലത്തും എന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനകത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നു, ക്രിസ്തീയ സമുദായങ്ങൾ, സഭകളും അച്ഛന്മാരും ബിഷപ്പുമാരും കൂടി നട റോഡിൽ കിടന്ന് തല്ലുന്ന സീനുകൾ വരെ നമ്മളെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുവാനിടയായി. അത് ഞാനതിൽ സൂചിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് പെന്തക്കോസ്ത് സമുദായങ്ങളുടെയും തുടർന്ന് വരുന്ന കാലങ്ങളിൽ നമുക്കിതും എല്ലാം തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ലൈവായി സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയാകുമെന്ന്. അതുപോലെ തന്നെ കുറേ വർഷങ്ങളായി ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് അത് വന്ന് എത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുവേശുവിൻ്റെ മനോഭാവമുണ്ടെങ്കിൽ, ആത്മഭാരമുണ്ടെങ്കിൽ, നിത്യജീവൻ അവകാശമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് പ്രസാദമായി ഉള്ളത് ചെയ്യുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടിറങ്ങി സുവിശേഷകന്മാരായിട്ട്, ഇതെല്ലാം അധികാരത്തിൻ്റെ മോഹത്തിനും പണത്തിൻ്റെ ഹുങ്കും കൊണ്ട്, പണ്ട് പഴമക്കാർ പറയും തീൻപുളപ്പെന്ന് പറയും, ആ തീൻപുളപ്പിലേക്ക് വന്നെത്തിയിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. പെന്തക്കോസ്തിൻ്റെ മൂല്യച്യുതി, അതിൻ്റെ മൂല്യങ്ങൾ നശിപ്പിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് പെന്തക്കോസ്തിൻ്റെ നേതാക്കന്മാർ മാറിയിരിക്കുന്നു. ഇതിപ്പോൾ തുടങ്ങിയല്ല, 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ. ഒരിക്കൽ പാസ്റ്റർ ജേക്കബ് ജോൺ പാസ്റ്റർ IPCയുടെ നേതൃത്വത്തിൽ വന്ന സമയത്ത്, ഒരിക്കൽ ആലപ്പുഴയിൽ ഞാൻ താമസിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരാലോചന അറിയിപ്പാൻ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരുന്നു. ഞാനത് പോയി പറയുമ്പോൾ അദ്ദേഹം വന്നിട്ട് അവിടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയതിൻ്റെ 3-ാമത്തെ ദിവസമാണ്. അതുപോയി അറിയിച്ചു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച്, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് ശ്രമിക്കാം, ഇത് നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത് ഞാൻ എന്നും വളരെ ശക്തിയോടെ ഓർക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിനെ, ലീഡേഴ്സിനെ ആർക്കും നന്നാക്കാൻ പറ്റത്തില്ല. കർത്താവ് വിചാരിച്ചിട്ട് പോലും നന്നാകുന്നില്ല എന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ ദർശനത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ഏലി പുരോഹിതനെ പോലെ വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാടുള്ളവനെ അകറ്റി നിർത്തുകയും ഗുണ്ടകളെയും മാനുഷിക ഉപദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന വ്യക്തികൾ നേതൃത്വത്തിൽ വരികയും ചെയ്തപ്പോൾ അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. അവർ മനം തിരിയാതെ വരുന്നത് കൊണ്ട് ദൈവം ഇവരെ അടിച്ചു. ആ അടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പരസ്യക്കോലമാക്കും ദൈവം. മാനസാന്തരപ്പെട്ട് മടങ്ങിവ, ദൈവം തന്ന ദർശനത്തിലേക്ക് തിരിഞ്ഞുവാ. എത്രയോ കാലങ്ങളായിട്ട് ഇത് അനേക പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. IPC അല്ലാതെ വേറെ ആരും സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചർച്ച് ഓഫ് ഗോഡിൽ, ഷാരോണിൽ, AG ചർച്ച്, ഇങ്ങനെ തുടങ്ങി പണ്ട് നാമധേയ ക്രിസ്തീയ സമൂഹങ്ങൾ കിടന്ന് തല്ലിയതുപോലെ, പിരിഞ്ഞു പോയതുപോലെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: മാനസാന്തരപ്പെടുക, മനം തിരിയുക. ക്രിസ്തുവേശു തൻ്റെ സ്വജീവൻ കൊടുത്ത് വിലക്കി വാങ്ങിയ ദൈവസഭയെ വീണ്ടെടുക്കുവാൻ ദൈവം കൊടുത്ത വില തിരിച്ചറിയാതെ തങ്ങൾക്ക് ബോധിച്ച വണ്ണം ജീവിക്കുകയും ജീവിപ്പിക്കുകയും നടത്തിക്കുകയും ചെയ്യുന്ന ഈ അധികാരവർഗങ്ങൾ വിട്ടിറങ്ങി, ഈ സഭ വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പേഴ്സണൽ ഇവാഞ്ചലിസത്തിലേക്കും സുവിശേഷം ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകട്ടെ, പ്രവർത്തിക്കട്ടെ. അപ്പോൾ ഇത് നന്നാകും. ആ ഒരു മനോഭാവത്തിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് ഈ സംഘടനകളെ രക്ഷിക്കും. എന്നാൽ സഭ ദൈവത്തിൻ്റെയാണ്, അത് ദൈവം പണിയും. അത് അവിടങ്ങളിലായ ദൈവം അതിനെ പണിതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സംഘടന നിമ്രോദ് ഉണ്ടാക്കിയ പോലെ സ്വയം പേർ ഉയർത്താൻ വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സകലത്തിനെയും ദൈവം പരസ്യക്കോലമാക്കും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ മുന്നേ സംഭവിക്കാനുണ്ട്. അത് സംഭവിക്കുമ്പോൾ നമുക്ക് വാർത്തകളിൽ കാണാം. അതിനായി ഒരുക്കപ്പെടട്ടെ. അതിനായി അവർക്ക് മാനസാന്തരപ്പെടാൻ സമയമുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടാൽ അത് വരാതെ ദൈവം സൂക്ഷിക്കും. ഇല്ല, മാനസാന്തരമില്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ നശിച്ചു പോവും. അതിനായി പക്ഷേ ഇതൊന്നും കണ്ട് ദൈവജനം ഭയപ്പെടരുത്. കാരണം കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് തൻ്റെ ശരീരം യാഗമായിട്ട് അർപ്പിച്ച് നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്, വീണ്ടെടുത്തിരിക്കുകയാണ്. അത് കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കും, പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കും. അതിനായി ആരും ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് തന്നെ അവരെ ഗൈഡ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ദൈവം വെളിപ്പാടുകൾ, ദർശനങ്ങൾ, പ്രബോധനങ്ങൾ, സങ്കീർത്തനങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ കൊടുക്കും. അവരെ ദൈവം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കും. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല നിറച്ചിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ ആശ്വസിച്ചു കൊള്ളുവീൻ.